ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് 3-ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ടെൻഡർ ടച്ച് എന്ന പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. നമുക്കൊരു പോയം പഠിച്ചാലോ? നോക്കൂ. ലെറ്റ്സ് ബി ഫ്രണ്ട്സ്. നമുക്ക് സുഹൃത്തുക്കളാവാം. ലെറ്റ്സ് ബി ഫ്രണ്ട്സ്, ലെറ്റ്സ് പ്ലേ ടുഗദർ, ഹാവിംഗ് ഫൺ ആൾ ടുഗദർ. ലെറ്റ്സ് ബി ഫ്രണ്ട്സ്, ലെറ്റ്സ് പ്ലേ ടുഗദർ, ഹാവിംഗ് ഫൺ ആൾ ടുഗദർ. എന്താണ് കൂട്ടുകാരെ ഇതിൽ പറയുന്നത്? ലെറ്റ്സ് ബി ഫ്രണ്ട്സ്, നമുക്ക് സുഹൃത്തുക്കളാകാം. ലെറ്റ്സ് പ്ലേ ടുഗദർ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഹാവിംഗ് ഫൺ ആൾ ടുഗദർ, എല്ലാവർക്കും ഒരുമിച്ച് ആസ്വദിക്കാം. യുവർ ടേൺ ദെൻ മൈ ടേൺ, ലെറ്റ്സ് ഷെയർ ആൻഡ് സേ താങ്ക് യു. യുവർ ടേൺ ദെൻ മൈ ടേൺ, ഷെയറിംഗ് ഈസ് കെയറിംഗ്, ദാറ്റ്സ് വാട്ട് വി ഡു. യുവർ ടേൺ ദെൻ മൈ ടേൺ, നിങ്ങളുടെ ഊഴം പിന്നെ എൻ്റെ ഊഴം. ലെറ്റ്സ് ഷെയർ ആൻഡ് സേ താങ്ക് യു, നമുക്ക് പങ്കുവയ്ക്കാം, നന്ദി പറയാം. യുവർ ടേൺ ദെൻ മൈ ടേൺ, നിങ്ങളുടെ ഊഴം എൻ്റെ ഊഴം. ഷെയറിംഗ് ഈസ് കെയറിംഗ്, ദാറ്റ്സ് വാട്ട് വി ഡു. പങ്കിടൽ സംരക്ഷണമാണ്, അതാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ആർ ദ ഗെയിംസ് യു പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ്? നിങ്ങൾ കൂട്ടുകാർക്കൊപ്പം കളിക്കുന്ന കളികൾ ഏതെല്ലാമാണ്? പറയൂ. ക്യാരംസ്, ചെസ്, സ്നേക്ക് ആൻഡ് ലാഡർ, ഹൈഡ് ആൻഡ് സീക്ക്, എക്സെട്ര തുടങ്ങി ധാരാളം കളികൾ നിങ്ങൾ കളിക്കുമല്ലേ? ആക്ടിവിറ്റി ഫസ്റ്റ്. ഐഡൻറ്റിഫൈ ദ റൈമിംഗ് വേർഡ്സ് ആൻഡ് ഗീവ് ദ സെയിം കളർ ടു ഈച്ച് പെയർ. പ്രാസമുള്ള വാക്കുകൾ കണ്ടെത്തി ഓരോ ജോഡിക്കും ഒരേ നിറം നൽകൂ. റൈമിംഗ് വേർഡ്സ് എന്നാൽ എന്താണ് കൂട്ടുകാരെ? നോക്കൂ. റൈമിംഗ് വേർഡ്സ് ആർ ടു ഓർ മോർ വേർഡ്സ് ദാറ്റ് ഹാവ് ദ സെയിം ഓർ സിമിലർ സൗണ്ട്സ്. ഒരേ ശബ്ദമോ സമാനമായ ശബ്ദമോ ഉള്ള രണ്ടോ അതിലധികമോ പദങ്ങളാണ് റൈമിംഗ് വേർഡ്സ്. ഏതൊക്കെ വേർഡ്സ് ആണ് തന്നിട്ടുള്ളതെന്ന് നോക്കൂ. ഫ്രോൺ, ഹോൾഡ്, ഹാൻഡ്, അണ്ടർസ്റ്റാൻഡ്, ഡൗൺ, ഗോൾഡ്. ഇത് ഏതൊക്കെയാണ് തമ്മിൽ ചേരുന്നതെന്ന് നോക്കൂ കൂട്ടുകാരെ. ഫ്രോൺ, ഡൗൺ, ഹോൾഡ്, ഗോൾഡ്, ഹാൻഡ്, അണ്ടർസ്റ്റാൻഡ്. റൈമിംഗ് വേർഡ്സ് കണ്ടെത്തി ബലൂണുകൾക്ക് ഞാൻ നിറം നൽകിയത് നോക്കൂ. ഇതുപോലെ നിങ്ങളും നിറം നൽകണം കേട്ടോ. ആക്ടിവിറ്റി 2. കംപ്ലീറ്റ് ദ പോയം യൂസിങ് ദ ക്ലൂസ് ഗിവൺ ഇൻ ദ ബോക്സ്. ബോക്സിൽ തന്നിരിക്കുന്ന സൂചനകൾ ഉപയോഗിച്ച് കവിത പൂർത്തിയാക്കൂ കൂട്ടുകാരെ. കവിത നോക്കൂ. മൈ ഫ്രണ്ട്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബട്ടർഫ്ലൈ ഫ്ലട്ടറിങ് ഇൻ ദ ഗാർഡൻ. എൻ്റെ സുഹൃത്ത് പൂന്തോട്ടത്തിൽ പറക്കുന്ന പൂമ്പാറ്റയെ പോലെയാണ്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ പീകോക്ക് ഡാൻസിങ് ഇൻ ദ വുഡ്സ്. കാട്ടിൽ നൃത്തം ചെയ്യുന്ന മയിലിനെ പോലെയാണ് എൻ്റെ സുഹൃത്ത്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഡാഷ്. അവിടെ നമുക്ക് എന്തെഴുതി ചേർക്കാം? ബോക്സിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കൂ. ട്രീ, മരം. ഫ്ലവർ, പൂവ്. ബോട്ട്, വള്ളം. സ്റ്റാർ, നക്ഷത്രം. ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ, പൂന്തോട്ടത്തിൽ പൂക്കുന്ന. സ്വേയിങ് ഇൻ ദ വിൻഡ്, കാറ്റിൽ ആടിയുലയുന്ന. ഷൈനിങ് ഇൻ ദ സ്കൈ, ആകാശത്തിൽ തിളങ്ങുന്ന. ഫ്ലോട്ടിംഗ് ഓൺ ദ റിവർ, നദിയിൽ പൊങ്ങിക്കിടക്കുന്ന. ഇതുപയോഗിച്ച് നമുക്ക് കവിത പൂർത്തിയാക്കിയാലോ? ഞാൻ എഴുതിയത് നോക്കൂ. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഫ്ലവർ ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ. എന്താണ് പറയുന്നത്? പൂന്തോട്ടത്തിൽ പൂക്കുന്ന പൂവ് പോലെയാണ് എൻ്റെ സുഹൃത്ത്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ സ്റ്റാർ ഷൈനിങ് ഇൻ ദ സ്കൈ. ആകാശത്തിൽ തിളങ്ങുന്ന നക്ഷത്രത്തിൽ പോലെയാണ് എൻ്റെ സുഹൃത്ത്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബോട്ട് ഫ്ലോട്ടിംഗ് ഓൺ ദ റിവർ. നദിയിൽ പൊങ്ങിക്കിടക്കുന്ന വള്ളം പോലെയാണ് എൻ്റെ സുഹൃത്ത്. ആക്ടിവിറ്റി 3. ലെറ്റ്സ് ഡിസ്കസ്. നമുക്ക് ചർച്ച ചെയ്യാം. ചിത്രം നോക്കൂ കൂട്ടുകാരെ. ചിത്രത്തിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഒരച്ഛനും അമ്മയും മകളും ചെയ്യുന്ന പ്രവൃത്തികളാണല്ലേ തന്നിട്ടുള്ളത്. അമ്മ എന്താണ് ചെയ്യുന്നത്? അമ്മ ഫാൻ തുടയ്ക്കുകയാണല്ലേ. അച്ഛനോ? അച്ഛൻ കുക്ക് ചെയ്യുന്നു. മകളോ? മകൾ പ്ലേറ്റ്സ് കഴുകുന്നു അല്ലേ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നോക്കൂ. എന്താണ് തന്നിട്ടുള്ളത്? വാട്ട് ഡസ് യുവർ മദർ ഡു അറ്റ് ഹോം? നിങ്ങളുടെ അമ്മ വീട്ടിൽ എന്ത് ചെയ്യുന്നു?
ചിത്രത്തിൽ നോക്കൂ, എന്താണ് നമ്മൾ കണ്ടത്? മൈ മദർ ക്ലീൻസ് ദ ഫാൻ. എൻ്റെ അമ്മ ഫാൻ വൃത്തിയാക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡസ് യുവർ ഫാദർ ഡു അറ്റ് ഹോം? നിങ്ങളുടെ അച്ഛൻ വീട്ടിൽ എന്ത് ചെയ്യുന്നു? ചിത്രം നോക്കൂ, എന്താണ് നമ്മൾ കണ്ടത്? മൈ ഫാദർ കുക്സ് ഇൻ ദ കിച്ചൻ. അച്ഛൻ കിച്ചണിൽ പാചകം ചെയ്യുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡു യു ഹെൽപ്പ് യുവർ പാരൻസ്? ഹൗ? കൂട്ടുകാരെ, നിങ്ങൾ അച്ഛനെയും അമ്മയെയും സഹായിക്കാറുണ്ടോ? യെസ്, സഹായിക്കുമല്ലേ? ഹൗ? എങ്ങനെ? ഐ വാഷ് പ്ലേറ്റ്സ് അറ്റ് ഹോം. എന്താണ് ചെയ്യുന്നത്? വീട്ടിൽ പാത്രം കഴുകുന്നു അല്ലേ? ആക്ടിവിറ്റി 4. റൈറ്റ് സാഷാസ് തോട്ട്സ്. സാഷയുടെ ചിന്തകൾ എഴുതൂ. എന്താണ് തന്നിരിക്കുന്നത്? സാഷ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ. സാഷ പെൺകുട്ടിക്ക് ഒരു ഉണ്ണിയപ്പം നൽകി. ബട്ട് ദ ഗേൾ റാൻ അവേ വിത്തൗട്ട് അക്സെപ്റ്റിംഗ് ഇറ്റ്. എന്നാൽ ആ പെൺകുട്ടി അത് സ്വീകരിക്കാതെ അവിടെ നിന്നും ഓടിപ്പോയി. വാട്ട് കുഡ് ബി സാഷാസ് ഫീലിങ്സ്? കൂട്ടുകാരെ, അപ്പോഴുള്ള സാഷയുടെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും? ഞാൻ എഴുതിയത് നോക്കൂ. ഐ ഫീൽ സാഡ്. എനിക്ക് സങ്കടം തോന്നുന്നു. വൈ ഡിഡ്ന്റ് ഷീ അക്സെപ്റ്റ് ഉണ്ണിയപ്പം? എന്തുകൊണ്ടാണ് അവൾ ഉണ്ണിയപ്പം സ്വീകരിക്കാതിരുന്നത്? മേ ബി ഇറ്റ് ഈസ് ബിക്കോസ് ഷീ ഡസൻറ്റ് നോ മീ. ഒരു പക്ഷേ അവൾക്ക് എന്നെ അറിയാത്തത് കൊണ്ടാകാം. ഇഫ് ഐ കുഡ് സീ ഹർ വൺ മോർ ടൈം. അവളെ ഒരിക്കൽ കൂടി കണ്ടിരുന്നെങ്കിൽ. ഐ തിങ്ക് ഷീസ് എ പുവർ ഗേൾ. അവളൊരു പാവം കുട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തൊരു വർക്ക് നോക്കൂ. ആക്ടിവിറ്റി 5. കോൺവെർസേഷൻ, സംഭാഷണം. സാഷ ടോൾഡ് അനു ടീച്ചർ അബൌട്ട് കവിത. സാഷ കവിതയെക്കുറിച്ച് അനു ടീച്ചറോട് പറഞ്ഞു. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സാഷ ആൻഡ് ഹർ ടീച്ചർ. സാഷയും അവളുടെ ടീച്ചറും തമ്മിലുള്ള സംഭാഷണം എഴുതൂ. സാഷ എന്താണ് അനു ടീച്ചറോട് പറഞ്ഞത്? നോക്കൂ, എന്താണ് തന്നിട്ടുള്ളത്? ടീച്ചർ, ഓൺ അവർ വേ ഹോം വി സാ എ ഗേൾ. എന്താണ് അവൾ പറഞ്ഞത്? ടീച്ചർ, വീട്ടിൽ പോകും വഴി ഞങ്ങളൊരു പെൺകുട്ടിയെ കണ്ടു. ടീച്ചർ എന്തായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക? നോക്കൂ. എ ഗേൾ. ഒരു പെൺകുട്ടിയോ? ഹു ഈസ് ഷീ? ആരാണവൾ? വെർ ഡിഡ് യു സീ ഹർ? അവളെ നിങ്ങൾ എവിടെയാണ് കണ്ടത്? സാഷ. സാഷ എന്താണ് പറഞ്ഞതെന്ന് നോക്കൂ. ഐ ഡോണ്ട് നോ ടീച്ചർ. എനിക്കറിയില്ല. ഐ സാ ഹർ ബിഹൈൻഡ് ദ ബുഷസ്. ഞാൻ അവളെ കണ്ടത് കുറ്റിക്കാട്ടിന് പിറകിലാണ്. ഷീ വാസ് ക്രാഡ്ലിംഗ് ഹർ ലിറ്റിൽ ബ്രദർ സിംഗിങ് ദ സോങ് യു ടോട്ട് us. അവൾ തൻ്റെ അനുജനെ തൊട്ടിലിൽ കിടത്തി ടീച്ചർ പഠിപ്പിച്ച പാട്ട് പാടുകയായിരുന്നു. ടീച്ചർ, ഹൗ ഡിഡ് ഷീ ലേൺ ദാറ്റ് സോങ്? അവൾ ആ പാട്ട് എങ്ങനെ പഠിച്ചു? സാഷ, യെസ്റ്റർഡേ ഐ സാ ഹർ സ്റ്റാൻഡിങ് അറ്റ് ദ ഡോർ ഓഫ് അവർ ക്ലാസ്. ഇന്നലെ ഞാൻ അവൾ ക്ലാസിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നത് കണ്ടു. ടീച്ചർ, ഡോണ്ട് വറി, അവർ ഹെഡ് മാസ്റ്റർ ഈസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ടുഡേ. വിഷമിക്കേണ്ട, നമ്മളുടെ ഹെഡ് മാസ്റ്റർ ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. ലെറ്റ് മീ കോണ്ടാക്ട് ഹിം. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാം. ആക്ടിവിറ്റി 6. മിസ് അനുപമ സ്റ്റാർട്ടഡ് മെസ്സേജിങ് ദ ഹെഡ് മാസ്റ്റർ. മിസ് അനുപമ ഹെഡ് മാസ്റ്റർക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. സെലക്ട് സ്യൂട്ടബിൾ ഡയലോഗ്സ് ആൻഡ് ഫിൽ അപ്പ് ദ ചാറ്റ് ബോക്സ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉചിതമായ സംഭാഷണങ്ങൾ തിരഞ്ഞെടുത്ത് ചാറ്റ് ബോക്സ് പൂർത്തിയാക്കൂ. എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കൂ. ഹൂ വെയർ ദേ? അവർ ആരായിരുന്നു? ദേ വാണ്ടഡ് ടു അഡ്മിറ്റ് എ ഗേൾ ടു അവർ സ്കൂൾ. അവർക്ക് നമ്മുടെ സ്കൂളിൽ ഒരു പെൺകുട്ടിയെ ചേർക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വൈ ഡിഡ് ദേ കം? എന്തിനാണ് അവർ വന്നത്? ടുഡേ 2 of our students came to me. ഇന്ന് ഞങ്ങളുടെ 2 വിദ്യാർത്ഥികൾ എൻ്റെ അടുക്കൽ വന്നു. സാഷ ആൻഡ് നവീൻ. സാഷയും നവീനും. ഹായ് അനുപമ ടീച്ചർ. കൂട്ടുകാരെ, ഇനി നമുക്ക് ചാറ്റ് ബോക്സ് പൂർത്തിയാക്കിയാലോ? ഞാൻ എഴുതിയത് നോക്കൂ. ഹലോ സാർ. അങ്ങനെയെങ്കിൽ സാർ എന്തായിരിക്കും പറയുക? അവിടെ നമുക്ക് ഏതെടുത്തെഴുതാം? ഹായ് അനുപമ ടീച്ചർ. അടുത്ത ബോക്സിൽ നമുക്ക് എന്തെടുത്തെഴുതാം? ടീച്ചർ എന്തായിരിക്കാം പറയുക? ടുഡേ 2 of our students came to me. എന്താണ്? ഇന്ന് ഞങ്ങളുടെ 2 വിദ്യാർത്ഥികൾ എൻ്റെ അടുക്കൽ വന്നു. സാർ എന്ത് ചോദിക്കും? ഹൂ വെയർ ദേ?
ആരാണവർ? ടീച്ചർ എന്തായിരിക്കാം പറഞ്ഞിട്ടുണ്ടാവുക? സാഷ ആൻഡ് നവീൻ. സാഷയും നവീനും. അപ്പോൾ സാറ് ചോദിക്കുകയാണ്, വൈ ഡിഡ് ദേ കം? അവർ എന്തിനാണ് വന്നത്? ടീച്ചർ എന്ത് മറുപടി പറഞ്ഞു കാണും? ദേ വാണ്ടഡ് ടു അഡ്മിറ്റ് എ ഗേൾ ടു അവർ സ്കൂൾ. എന്തായിരുന്നു അവരുടെ ആവശ്യം? അവർക്ക് നമ്മുടെ സ്കൂളിൽ ഒരു പെൺകുട്ടിയെ ചേർക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഓ, നോ ഇഷ്യൂസ്, വി ഷാൾ ഡു ഇറ്റ്. ഓ, പ്രശ്നമൊന്നുമില്ല, നമ്മൾക്കത് ചെയ്യാം, സാറ് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. അനുപമ ടീച്ചർ സാറിന് നന്ദി പറഞ്ഞു. ആക്ടിവിറ്റി 7. Put a tick mark against the pictures that reflect acts of kindness and comment on them. എന്താണ് പറയുന്നത്? കാരുണ്യ പ്രവൃത്തികളെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾക്ക് ടിക്ക് മാർക്ക് ഇടുക. നിരീക്ഷണക്കുറിപ്പ് എഴുതുകയും വേണം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് നോക്കൂ. ചിത്രം നോക്കൂ കൂട്ടുകാരെ. ആദ്യത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഒരു ആൺകുട്ടി വൃദ്ധനെ റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കുന്നു അല്ലേ? അങ്ങനെയെങ്കിൽ അതൊരു കാരുണ്യ പ്രവർത്തനമാണോ? അതെ, നമുക്കവിടെ ടിക്ക് മാർക്ക് കൊടുക്കാമല്ലേ? എന്ത് കമന്റ് എഴുതാം? എ ബോയ് ഹെൽപ്സ് ദ ഓൾഡ് മാൻ ടു ക്രോസ് ദ റോഡ്. അടുത്ത ചിത്രം നോക്കൂ. എന്താണ് കാണുന്നത്? ഒരു ആൺകുട്ടി സൈക്കിൾ ചവിട്ടുകയാണല്ലേ? അതൊരു കാരുണ്യ പ്രവർത്തനമാണോ? അല്ല. അടുത്ത ചിത്രം നോക്കൂ. അതിലെന്താണ് നിങ്ങൾ കാണുന്നത്? രണ്ടു കൂട്ടുകാർ തമ്മിൽ തല്ലുകൂടുന്നത് വേറെ രണ്ടുപേർ നോക്കി നിന്ന് രസിക്കുകയാണല്ലേ? അതൊരു കാരുണ്യ പ്രവർത്തനമാണോ? അല്ല. അടുത്ത ചിത്രം നോക്കൂ. അതിലെന്താണ് കാണുന്നത്? ഒരു കുട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ട് TV കാണുകയാണല്ലേ? അതൊരു കാരുണ്യ പ്രവർത്തനമാണോ? അല്ല. അടുത്ത ചിത്രം നോക്കൂ. അതിലെന്താണ് കാണുന്നത്? ഒരു പെൺകുട്ടി യാചകന് വെള്ളം നൽകുകയാണല്ലേ? അതൊരു കാരുണ്യ പ്രവർത്തനമാണോ? അതെ, നമുക്കവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം. എന്ത് കമന്റ് എഴുതാം? എ ഗേൾ ഗീവ്സ് വാട്ടർ ടു എ ബെഗർ. അടുത്ത ചിത്രം നോക്കൂ കൂട്ടുകാരെ. എന്താണ് ചെയ്യുന്നത് ആൺകുട്ടി? പരിക്കേറ്റ് കിടക്കുന്ന ഒരു നായ്ക്കുട്ടിയെ പരിചരിക്കുകയാണല്ലേ? അതൊരു കാരുണ്യ പ്രവർത്തനമാണോ? അതെ, ടിക്ക് മാർക്ക് കൊടുക്കാമല്ലേ? അവിടെ നമുക്ക് എന്ത് കമന്റ് എഴുതാം? എ ബോയ് കെയർസ് ആൻ ഇഞ്ചേർഡ് പപ്പി. ആക്ടിവിറ്റി 8. Some events of the story are given below. Write them in order. കഥയിലെ ചില സംഭവങ്ങൾ താഴെ തന്നിരിക്കുന്നു. അവ ക്രമത്തിൽ എഴുതുക. എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് നോക്കൂ. ദ ഹെഡ്മാസ്റ്റർ കൺഗ്രാറ്റുലേറ്റഡ് സാഷ ആൻഡ് നവീൻ. സാഷയെയും നവീനെയും ഹെഡ്മാസ്റ്റർ അഭിനന്ദിച്ചു. സാഷ ആൻഡ് നവീൻ വിസിറ്റഡ് കവിത. സാഷയും നവീനും കവിതയെ സന്ദർശിച്ചു. കവിത വാസ് ക്രാളിംഗ് ഹർ യങ്ങർ ബ്രദർ. കവിത തൻ്റെ ഇളയ സഹോദരനെ തൊട്ടിലിൽ കിടത്തിയിരിക്കുകയായിരുന്നു. നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ. ജനാലയ്ക്കരികിൽ ഒരു പെൺകുട്ടിയെ നവീൻ ശ്രദ്ധിച്ചു. സാഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. സാഷ കവിതയ്ക്ക് ഒരു ചിത്രകഥാപുസ്തകം നൽകി. ഇത് നമുക്ക് ഓർഡറിൽ എഴുതിയാലോ? ഞാൻ എഴുതിയത് നോക്കൂ. നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ. ജനാലയ്ക്കരികിൽ നവീൻ ഒരു പെൺകുട്ടിയെ ശ്രദ്ധിച്ചു. സാഷ ആൻഡ് നവീൻ വിസിറ്റഡ് കവിത. അതിനുശേഷം സാഷയും നവീനും കവിതയെ സന്ദർശിച്ചു. കവിത വാസ് ക്രാളിംഗ് ഹർ യങ്ങർ ബ്രദർ. അപ്പോൾ കവിത എന്ത് ചെയ്യുകയായിരുന്നു? തൻ്റെ ഇളയ സഹോദരനെ തൊട്ടിലാട്ടുകയായിരുന്നു. സാഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. പിന്നെ സാഷ കവിതയ്ക്ക് ഒരു ചിത്രകഥാപുസ്തകം നൽകി. ദ ഹെഡ്മാസ്റ്റർ കൺഗ്രാറ്റുലേറ്റഡ് സാഷ ആൻഡ് നവീൻ. ഹെഡ്മാസ്റ്റർ സാഷയെയും നവീനെയും അഭിനന്ദിച്ചു. ആക്ടിവിറ്റി 9. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ സീൻ. ചിത്രത്തിൽ കാണുന്ന രംഗം വിവരിക്കുക. കൂട്ടുകാരെ, ചിത്രം നോക്കൂ. ചിത്രത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? നോക്കൂ. കവിതയും അവളുടെ അമ്മയും അവിടെ ഇരിക്കുന്നുണ്ടല്ലേ? അവർ എന്ത് ചെയ്യുകയാണ്? ഭക്ഷണം പാകം ചെയ്യുകയാണ്. വേറെ എന്തെല്ലാം ചിത്രത്തിൽ കാണാം നമുക്ക്? ഒരു ഡോഗും ഒരു ക്യാറ്റുമുണ്ട്. കൂടാതെ ആകാശത്തൂടെ പറക്കുന്ന പക്ഷി, ഒരു ടെൻറ്റ്, ഒരു മരം, അങ്ങനെയെല്ലാം ഉണ്ടല്ലേ? നമുക്ക് ഈ ചിത്രത്തിനെ കുറിച്ച് വിവരിച്ചാലോ? ഞാൻ എഴുതിയത് നോക്കൂ. ഇൻ ദിസ് പിക്ചർ ഐ സാ എ ടെൻറ്റ്.
ഈ ചിത്രത്തിൽ ഞാനൊരു കൂടാരം കണ്ടു. കവിത ആൻഡ് ഹെർ മദർ ലിവ് ഇൻ ദ ടെന്റ്. കവിതയും അവളുടെ അമ്മയും ആ കൂടാരത്തിലാണ് താമസിക്കുന്നത്. കവിതാസ് മദർ കുക്കിംഗ് ഫുഡ് ഇൻ എ ഫയർ പ്ലേസ്. കവിതയുടെ അമ്മ അടുപ്പിൽ ഭക്ഷണം പാചകം ചെയ്യുന്നു. കവിത സ്റ്റാൻഡ് നിയർ ദ ഫയർ പ്ലേസ്. കവിത എവിടെ നിൽക്കുകയാണ്? ആ വിറകടുപ്പിന് സമീപം നിൽക്കുകയാണ്. എ ഡോഗ് സ്റ്റാൻഡ്സ് ബിഹൈൻഡ് കവിത. ഒരു പട്ടി കവിതയ്ക്ക് പിന്നിൽ നിൽക്കുന്നു. എ ക്യാറ്റ് ലൈസ് നിയർ ഹെർ മദർ. പൂച്ചയാണെങ്കിലോ അമ്മയ്ക്ക് സമീപം കിടക്കുന്നു. ടു ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. 2 പക്ഷികൾ ആകാശത്ത് പറക്കുന്നു. ദർ ഈസ് എ ബിഗ് ട്രീ നിയർ ദ ടെന്റ്. കൂടാരത്തിനടുത്ത് ഒരു വലിയ മരമുണ്ട്. ദർ ഈസ് എ ക്രാഡിൽ ഹാങ്ങിങ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ. ആ മരത്തിന്റെ ചില്ലയിൽ ഒരു തൊട്ടിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ആക്ടിവിറ്റി 10. റീഡ് ദ സെന്റൻസസ് ഗിവൻ ആൻഡ് മാച്ച് ദം വിത്ത് ദ ഇമോജീസ്. താഴെ തന്നിരിക്കുന്ന വാചകങ്ങൾ യോജിച്ച ഇമോജികളുമായി ചേർക്കുക. എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് നോക്കൂ. കവിത വാസ് സർപ്രൈസ്ഡ് ടു റിസീവ് ദ സ്റ്റോറി ബുക്ക് ഫ്രം സാഷ. സാഷയിൽ നിന്ന് കഥാപുസ്തകം ലഭിച്ചപ്പോൾ കവിത അത്ഭുതപ്പെട്ടു. ഏത് ഇമോജി കൊടുക്കാം കൂട്ടുകാരെ? അത്ഭുതപ്പെട്ടിരിക്കുന്ന ഇമോജി ഏതാണ്? സി. അടുത്തത് നോക്കൂ. സാഷ ആൻഡ് നവീൻ ബിക്കം ഹാപ്പി വെൻ ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാറ്റുലേറ്റഡ് ദം. ഹെഡ് മാസ്റ്റർ അഭിനന്ദിച്ചപ്പോൾ സാഷയും നവീനും സന്തോഷിച്ചു. സന്തോഷിച്ചിരിക്കുന്ന ഇമോജി ഏതാണ് കൂട്ടുകാരെ? എ. അടുത്തത് നോക്കൂ. സാഷ സാ ദ ഗേൾ ഇൻ എ ടോൺ ഡ്രസ്. കീറിയ വസ്ത്രം ധരിച്ച പെൺകുട്ടിയെ സാഷ കണ്ടു. ഷീ ബിക്കെയിം സാഡ്. അവൾ സങ്കടപ്പെട്ടു. സങ്കടപ്പെട്ടിരിക്കുന്ന ഇമോജി ഏതാണ്? ബി. ആക്ടിവിറ്റി 11. സോൾവ് ദ പസിൽ. പദപ്രശ്നം പരിഹരിക്കുക. നോക്കൂ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്. വി ഗോ ടു ഡാഷ് ടു സ്റ്റഡി. നമ്മൾ പഠിക്കാൻ പോകുന്നത് എവിടെയാണ് കൂട്ടുകാരെ? പറയൂ. സ്കൂൾ. എ ഡ്രസ് ഫോർ ഗേൾസ്. പെൺകുട്ടികൾക്കുള്ള വസ്ത്രം. എസിൽ തുടങ്ങുന്ന പെൺകുട്ടികൾക്കുള്ള വസ്ത്രം ഏതാണ്? സ്കർട്ട്, പാവാട. എ പേഴ്സൺ ഹൂ അണ്ടർസ്റ്റാൻഡ്സ് യു വെൽ. നിങ്ങളെ നന്നായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ആരാണ്? ഫ്രണ്ട്, സുഹൃത്ത്. ടച്ച്ഡ് ജെന്റ്ലി. വളരെ സൗമ്യമായ സ്പർശം എന്ത് പേരിലാണ് അറിയുന്നത്? പാറ്റഡ്. ഈഗർ ടു ലേൺ ഓർ നോ സംതിങ്. എന്തെങ്കിലും അറിയാനുള്ള ആഗ്രഹം. ക്യൂരിയസ്. എ സ്വിംഗിങ് ബേബി ബെഡ്. ആടുന്ന കുഞ്ഞിനുള്ള കിടക്ക. ക്രാഡിൽ, തൊട്ടിൽ. ആക്ടിവിറ്റി 12. Look at the picture and make a list of things in the kitchen. Write them below. ചിത്രം നോക്കി അടുക്കളയിലുള്ള സാധനങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കി താഴെ എഴുതൂ. വിസിറ്റ് യുവർ കിച്ചൺ ആൻഡ് ആഡ് മോർ ഐറ്റംസ് ടു ദ ലിസ്റ്റ്. എന്നിട്ടോ നിങ്ങളുടെ അടുക്കള പരിശോധിച്ച് കൂടുതൽ സാധനങ്ങളുടെ പേരുകൾ ചേർക്കൂ. ഞാൻ എഴുതിയത് നോക്കൂ കൂട്ടുകാരെ. കുറച്ച് സാധനങ്ങളുടെ പേര് ഞാൻ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണവ? സ്പൂൺ, പ്രഷർ കുക്കർ, പോട്ട്, പ്ലേറ്റ്, ബൗൾ, ഗ്യാസ് സ്റ്റൗ, ഫ്രൈയിങ് പാൻ, മോഫ്, നൈഫ്, ബക്കറ്റ്. ഇനി അമ്മയുടെ സഹായത്തോടെ നിങ്ങളുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ ഏതൊക്കെയെന്ന് താഴെ എടുത്തെഴുതൂ. ആക്ടിവിറ്റി 13. Classify the given terms into kitchen utensils, food items and food ingredients. Collect pictures of these and make an album. താഴെ തന്നിരിക്കുന്നവയെ അടുക്കള ഉപകരണങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ, ഭക്ഷണ ചേരുവകൾ എന്നിങ്ങനെ തരം തിരിച്ച് പട്ടികപ്പെടുത്തൂ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവയുടെ ചിത്രങ്ങൾ ശേഖരിച്ച് നിങ്ങൾ ഒരു ആൽബം തയ്യാറാക്കുകയും വേണം. എന്തൊക്കെ സാധനങ്ങളാണ് തന്നിരിക്കുന്നതെന്ന് നോക്കൂ. സ്പൂൺ, പ്ലേറ്റ്, എഗ്, പ്രഷർ കുക്കർ, ബനാന, ചില്ലി പൗഡർ, സാൾട്ട്, ബൗൾ, നൈഫ്, ഷുഗർ, ഫോർക്ക്, ടീ ലീവ്സ്, കെറ്റിൽ, ഫ്രൈയിങ് പാൻ, സീവ്, വോക്ക്, കൊറിയാണ്ടർ പൗഡർ, മിൻറ്റ് ലീവ്സ്, റോളിംഗ് പിൻ, സ്പാച്ചുല,
ഗ്രേറ്റർ, ലാഡിൽ, സാമ്പാർ പൗഡർ, ടൊമാറ്റോ, ജിഞ്ചർ, സ്ട്രെയിനർ, റൈസ് പോട്ട്, ബോയിൽഡ് റൈസ്, ക്ലേ പാൻ, എർത്തേൺവെയർ, കിച്ചൺ സ്റ്റൗ, ഓവൺ, ഹെർത്ത്, ഗ്രൈൻഡിംഗ് സ്റ്റോൺ, സ്കൂപ്പ്, മോട്ടാർ ആൻഡ് പെസ്റ്റിൽ, ഫ്രൈഡ് ഡംപ്ലിങ്സ്, സ്റ്റീംഡ് ഡംപ്ലിങ്സ്, ബനാന ഫ്രിറ്റേഴ്സ്, സ്റ്റീംഡ് റൈസ് കേക്ക്, ഗീ റൈസ്, റൈസ് സൂപ്പ്, സർഡൈൻ ഫ്രൈ, ലെൻറ്റിൽ ഫ്ലിറ്റേഴ്സ്, സ്ട്രിംഗ് ഹോപ്പേഴ്സ്, കുക്ക്ഡ് റൈസ്. ഇവയൊക്കെ ഞാൻ പട്ടികപ്പെടുത്തി എഴുതിയത് നോക്കൂ കൂട്ടുകാരെ. കിച്ചൺ യൂട്ടൻസിൽസിൽ നമുക്ക് ഏതൊക്കെ ഉപകരണങ്ങളാണ് എടുത്തെഴുതേണ്ടത്? സ്പൂൺ, പ്ലേറ്റ്, ബൗൾ, പ്രഷർ കുക്കർ, നൈഫ്, ഫോർക്ക്, ഫ്രൈയിങ് പാൻ, സീവ്, വോക്ക്, ലാഡിൽ, റോളിംഗ് പിൻ, സ്പാച്ചുല, ഗ്രാറ്റർ, സ്ട്രെയിനർ, റൈസ് പോട്ട്, ക്ലേ പാൻ, എർത്തേൺവെയർ, കിച്ചൺ സ്റ്റൗ, ഓവൺ, ഹെർത്ത്, ഗ്രൈൻഡിംഗ് സ്റ്റൗ, സ്കൂപ്പ്, മോട്ടാർ ആൻഡ് പെസ്റ്റിൽ. അടുത്തത് നോക്കൂ കൂട്ടുകാരെ. അടുത്തത് ഏതാണ് എഴുതേണ്ടത്? ഫുഡ് ഐറ്റംസ്. ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഇതിൽ തന്നിട്ടുള്ളത്? ഞാൻ എഴുതിയത് നോക്കൂ. എഗ്, ബനാന, ടീ ലീവ്സ്, ടൊമാറ്റോ, ഫ്രൈഡ് ഡംപ്ലിങ്സ്, സ്റ്റീംഡ് ഡംപ്ലിങ്സ്, ബനാന ഫ്രിറ്റേഴ്സ്, സ്റ്റീംഡ് റൈസ് കേക്ക്, ഗീ റൈസ്, റൈസ് സൂപ്പ്, സാർഡൈൻ ഫ്രൈ, ലെൻറ്റിൽ ഫ്രിറ്റേഴ്സ്, സ്ട്രിംഗ് ഹോപ്പേഴ്സ്, കുക്ക്ഡ് റൈസ്, ബോയിൽഡ് റൈസ്. ഫുഡ് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കൂ. ചില്ലി പൗഡർ, സാൾട്ട്, ഷുഗർ, കൊറിയാണ്ടർ പൗഡർ, മിൻറ്റ് ലീവ്സ്, സാമ്പാർ പൗഡർ, ജിഞ്ചർ. അടുത്തൊരു വർക്ക് നോക്കൂ. ആക്ടിവിറ്റി 14. അമ്മ, ഷാൾ ഐ ടേക്ക് സം ഉണ്ണിയപ്പം ടു സ്കൂൾ? സാഷ ആസ്ക്ഡ്. അമ്മേ, ഞാൻ കുറച്ച് ഉണ്ണിയപ്പം സ്കൂളിൽ കൊണ്ടുപോകാൻ എടുക്കട്ടെ? സാഷ് ചോദിച്ചു. വാട്ട് വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്? കൂട്ടുകാരെ, ഇതുപോലെ നിങ്ങളുടെ കൂട്ടുകാരുമായി എന്തൊക്കെ പങ്കുവയ്ക്കാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്? നോക്കൂ, ചിത്രത്തിൽ ആ കുട്ടി പറയുന്നത് നോക്കൂ. എന്താണ് പറയുന്നത്? ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ടോയ്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. ആ കുട്ടി എന്താണ് പറയുന്നത്? എൻ്റെ കളിപ്പാട്ടങ്ങൾ എൻ്റെ കൂട്ടുകാരുമായി പങ്കിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെ നമുക്ക് എന്തെല്ലാം പങ്കിടാൻ ഇഷ്ടമുണ്ടെന്ന് എഴുതൂ. ഞാൻ എഴുതിയത് നോക്കൂ കൂട്ടുകാരെ. ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ പെൻസിൽ വിത്ത് മൈ ഫ്രണ്ട്സ്. എൻ്റെ പെൻസിൽ ഞാൻ എൻ്റെ കൂട്ടുകാരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. അടുത്തത് നോക്കൂ. ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ പെൻ വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ പേന കൂട്ടുകാരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. അടുത്തത് നോക്കൂ. ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ബുക്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ പുസ്തകങ്ങൾ കൂട്ടുകാരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. അടുത്തത് നോക്കൂ. ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ക്രയോൺസ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ ക്രയോൺസ് കൂട്ടുകാരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. അടുത്തത് നോക്കൂ. ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ കട്ടർ വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ കട്ടർ കൂട്ടുകാരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ഇനി നമുക്കൊരു സ്റ്റോറി പഠിച്ചാലോ? റീഡ് ആൻഡ് റിജോയ്സ്. വായിച്ച് ആനന്ദിക്കുക. ദ ബോയ് ആൻഡ് ദ ബേർഡ്. ബാലനും പക്ഷിയും. നോക്കൂ, ചിത്രം നോക്കൂ. ദിസ് ഈസ് റിങ്കു. ഇത് റിങ്കു ആണ്. ആൾ ഹിസ് ഫ്രണ്ട്സ് ഹാവ് ഗോൺ ഹോം ഫ്രം സ്കൂൾ. റിങ്കുവിൻ്റെ എല്ലാ കൂട്ടുകാരും സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. റിങ്കു ആണെങ്കിലോ, ഹീസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ഫാദർ. അവൻ അവൻ്റെ അച്ഛൻ വരുന്നത് കാത്തിരിക്കുകയായിരുന്നു. കിയോ കിയോ, റിങ്കു ഹാഡ് എ സൗണ്ട്. ആ സമയത്ത് റിങ്കു എന്താണ് കേട്ടത്? കിയോ കിയോ എന്ന ഒരു ശബ്ദം കേട്ടു. ഇറ്റ് വാസ് ദ ക്രൈ ഓഫ് എ ലിറ്റിൽ ബേർഡ്. അതെന്തായിരുന്നു കൂട്ടുകാരെ? ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ കരച്ചിലായിരുന്നു. ഇറ്റ് കെയിം ഫ്രം എ പൈൽ ഓഫ് ഡ്രൈ ലീവ്സ്. അത് എവിടെ നിന്നാണ് കേൾക്കുന്നത്? കരിയില കൂട്ടത്തിൽ നിന്നുമാണ് ആ ശബ്ദം കേൾക്കുന്നത്. റിങ്കു സാറ്റ് ഓൺ ഹിസ് നീസ്. റിങ്കു എന്ത് ചെയ്തു? കാൽമുട്ടിലിരുന്നു. ഹി ഗ്രോപ്ഡ് ത്രൂ ദ ലീവ്സ്. എന്നിട്ടോ കരിയിലകൾക്കിടയിൽ തപ്പി നോക്കി. ഹിസ് ഹാൻഡ് സ്റ്റംബിൾഡ് ഓൺ എ പുവർ ലിറ്റിൽ ബേർഡ്. അപ്പൊ എന്താണ് സംഭവിച്ചത്? അവന്റെ കൈകളിൽ ഒരു ചെറിയ പക്ഷി തടഞ്ഞു. മ്യാവ് മ്യാവ്. റിങ്കു ഫെൽറ്റ് ദ പ്രസൻസ് ഓഫ് എ ക്യാറ്റ്.
പെട്ടെന്ന് ഒരു പൂച്ചയുടെ സാന്നിധ്യം റിങ്കു മനസ്സിലാക്കി. വിൽ ഇറ്റ് ക്യാച്ച് ദ ചിക്ക്? ആ പൂച്ച പക്ഷിക്കുഞ്ഞിനെ പിടിക്കുമോ? ഹി വറീഡ്. അവൻ സങ്കടപ്പെട്ടു. ഹി ത്രൂ എ സ്റ്റോൺ അറ്റ് ദ ക്യാറ്റ്. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു കല്ലെടുത്തവൻ പൂച്ചയെ എറിഞ്ഞു. റിങ്കു ജെന്റ്ലി പിക്ഡ് ദ ബേബി ബേർഡ്. എന്നിട്ട് എന്ത് ചെയ്തു? റിങ്കു മെല്ലെ പക്ഷിക്കുഞ്ഞിനെ എടുത്തു. വെർ ഈസ് ഇറ്റ്സ് നെസ്റ്റ്? പക്ഷിക്കുഞ്ഞിന്റെ കൂടെ എവിടെയാണ്? വെർ ഈസ് ദ മദർ ബേർഡ്? അതിന്റെ അമ്മ പക്ഷി എവിടെയാണ്? ഹി ലിസൺ കെയർഫുള്ളി. അവൻ ശ്രദ്ധാപൂർവം ചെവിയോർത്തു. ഫൈനലി ഹി ലൊക്കേറ്റഡ് ദ ട്രീ. അവസാനം അവൻ ആ പക്ഷിക്കുഞ്ഞിന്റെ മരത്തിന്റെ സ്ഥാനം കണ്ടെത്തി. റിങ്കു പുട്ട് ദ ബേർഡ് ഇൻ ഹിസ് പോക്കറ്റ്. എന്നിട്ട് എന്ത് ചെയ്തു റിങ്കു? പക്ഷിക്കുഞ്ഞിനെ തന്റെ പോക്കറ്റിലിട്ടു. ഹി ക്ലൈംബ്ഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ട്രീ. എന്നിട്ട് എന്ത് ചെയ്തു? അവൻ മരത്തിന്റെ മുകളിലേക്ക് കയറി. ഹി ഫെൽറ്റ് ദ ബ്രാഞ്ചസ് ആൻഡ് ലീവ്സ് വിത്ത് ഹിസ് ഹാൻഡ്സ് ടു ഫൈൻഡ് ദ നെസ്റ്റ്. എന്നിട്ട് എന്താണ് ചെയ്തത് റിങ്കു? മരത്തിന്റെ ശിഖരങ്ങളും ഇലകളും കൈകൾ കൊണ്ട് തപ്പി നോക്കി. അറ്റ് ലാസ്റ്റ് ഹി ഫൗണ്ട് ദ നെസ്റ്റ്. അവസാനം അവൻ എന്ത് കണ്ടെത്തി? പക്ഷിയുടെ കൂട് കണ്ടെത്തി. റിങ്കു ടുക്ക് ദ ബേർഡ് ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ്. എന്നിട്ടോ റിങ്കു പക്ഷിക്കുഞ്ഞിനെ തന്റെ പോക്കറ്റിൽ നിന്നും കയ്യിലെടുത്തു. ഹി കെയർഫുള്ളി പ്ലേസ്ഡ് ഇറ്റ് ഇൻ ദ നെസ്റ്റ്. എന്നിട്ട് എന്ത് ചെയ്തു കൂട്ടുകാരെ? അവൻ ശ്രദ്ധാപൂർവം അതിനെ പക്ഷിക്കൂടിനുള്ളിൽ വെച്ചു. ദ ബേബി ബേർഡ് ചിർപ്ഡ് ഹാപ്പിലി. പക്ഷിക്കുഞ്ഞ് സന്തോഷത്തോടെ ചിലച്ചു. ദ മദർ ബേർഡ് ലുക്ക്ഡ് അറ്റ് ദ ബോയ് താങ്ക്ഫുള്ളി. അമ്മക്കിളി നന്ദിയോടുകൂടി റിങ്കുവിനെ നോക്കി. ബട്ട് ഹി കുഡ് നോട്ട് സീ ദ ബേർഡ്. പക്ഷേ റിങ്കുവിന് അമ്മക്കിളിയെ കാണാൻ കഴിയുമായിരുന്നില്ല. കാരണം എന്തായിരുന്നു കൂട്ടുകാരെ? ഹി വാസ് ബ്ലൈൻഡ്. അവനൊരു കണ്ണ് കണ്ടുകൂടാത്ത കുട്ടിയായിരുന്നു. അവൻ അന്ധനായിരുന്നു. ഇനി നമുക്ക് ഈ സ്റ്റോറിയിലെ കുറച്ച് ന്യൂ വേർഡ്സും അതിൻ്റെ മീനിങ്ങും നോക്കിയാലോ. ഹെഡ് കേട്ടു. ഡ്രൈ ലീവ്സ് ഉണങ്ങിയ ഇലകൾ. നീസ് കാൽമുട്ടുകൾ. ഗ്രൂപ്പ് തപ്പിത്തടഞ്ഞു. പ്രസൻസ് സാന്നിധ്യം. വറീഡ് വിഷമിക്കുന്നു. ലിസൺ ശ്രദ്ധിച്ചു. കെയർഫുള്ളി ശ്രദ്ധാപൂർവം. ക്ലൈംബ്ഡ് കയറി. ട്രിപ്ഡ് ചിലച്ചു. ബ്ലൈൻഡ് അന്ധൻ. ആക്ടിവിറ്റി 15 റീകാസ്റ്റ് പുനർരൂപകൽപ്പന ചെയ്യുക. ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ് കഥ എൻ്റെ വാക്കുകളിൽ. കൂട്ടുകാരെ, ഈ പേജിൽ കഥയെ ആസ്പദമാക്കിയുള്ള ധാരാളം ചിത്രങ്ങൾ തന്നിട്ടുണ്ടല്ലേ? അതിലോരോ ക്വസ്റ്റ്യനും തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസർ നമ്മൾ നമ്മുടെ വാക്കുകളിൽ എഴുതണം. ആദ്യത്തെ ചിത്രം നോക്കൂ. എന്താണ് കാണുന്നത്? സാഷ ഉറങ്ങുകയാണ്. അമ്മ വിളിക്കുന്നു അല്ലേ? വാട്ട് ഡിഡ് സാഷാസ് മദർ ഡു? സാഷയുടെ അമ്മ എന്താണ് ചെയ്യുന്നത്? നോക്കൂ. സാഷാസ് മദർ വാക്ക് ഹെർ അപ്പ്. അവളെ ഉണർത്തുകയാണല്ലേ? അടുത്ത ചിത്രം നോക്കൂ. ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? സാഷയുടെ അച്ഛൻ ഭക്ഷണം പാചകം ചെയ്യുകയാണല്ലേ? അതിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് വാസ് സാഷാസ് ഫാദർ ഡൂയിങ്? സാഷയുടെ അച്ഛൻ എന്താണ് ചെയ്യുന്നത്? നമുക്ക് എന്തെഴുതാം? സാഷാസ് ഫാദർ വാസ് കുക്കിംഗ് അല്ലേ? സാഷയുടെ അച്ഛൻ പാചകം ചെയ്യുകയാണ്. അടുത്ത ചിത്രം നോക്കൂ. ചിത്രത്തിൽ എന്താണ് നിങ്ങൾ കാണുന്നത്? സാഷ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉണ്ണിയപ്പം വിതരണം ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡിഡ് സാഷ ഡു? സാഷ എന്താണ് ചെയ്യുന്നത്? സാഷ ഗേവ് ഉണ്ണിയപ്പം ടു ഹെർ ഫ്രണ്ട്സ്. സാഷ കൂട്ടുകാർക്ക് ഉണ്ണിയപ്പം നൽകുകയാണ്. അടുത്ത ചിത്രം നോക്കൂ കൂട്ടുകാരെ. അതിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണല്ലേ? ചിത്രത്തിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ. ഹൂ ഡിഡ് സാഷ സീ നിയർ ദ ഡോർ? വാതിലിനരികിൽ സാഷ ആരെയാണ് കണ്ടത്? നോക്കൂ, ഒരു കുട്ടി എവിടെ നിന്ന് നോക്കുന്നുണ്ടല്ലേ? സാഷ സാ എ ഗേൾ. സാഷ ആരെയാണ് കണ്ടത്? ഒരു പെൺകുട്ടിയാണ് കണ്ടത്. അടുത്ത ചിത്രം നോക്കൂ. സാഷയും നവീനും സ്കൂൾ വിട്ട് പോവുകയാണല്ലേ? തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡിഡ് സാഷ ആൻഡ് നവീൻ ഹിയർ? സാഷയും നവീനും എന്താണ് കേട്ടത്? സാഷ ആൻഡ് നവീൻ ഹേർഡ് സമ്മൺ സിംഗിങ് എ സോങ്. ഏതാണ് കേട്ടത്? ആരോ പാട്ട് പാടുന്നതാണ് അവർ കേട്ടത്. വാട്ട് ഡിഡ് സാഷ ഗീവ് കവിത? സാഷ കവിതയ്ക്ക് എന്താണ് കൊടുത്തത്? എന്താണ് കൂട്ടുകാരെ കൊടുത്തത്? സാഷ ഗാവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. സാഷ കവിതയ്ക്ക് ഒരു ചിത്രകഥാ പുസ്തകമാണ് നൽകിയത്. അടുത്ത ചിത്രം നോക്കൂ.
വാട്ട് ഹാപ്പൻ ഇൻ ദ സ്കൂൾ അസംബ്ലി? സ്കൂൾ അസംബ്ലിയിൽ എന്താണ് സംഭവിച്ചത്? ദ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് കവിത ഇൻ ദ സ്കൂൾ അസംബ്ലി. എന്താണ് സംഭവിച്ചത്? ഹെഡ് മാസ്റ്റർ സ്കൂൾ അസംബ്ലിയിൽ കവിതയെ പരിചയപ്പെടുത്തി. അടുത്ത ചിത്രം നോക്കൂ. എവരിബഡി ബിക്കം ഹാപ്പി. വൈ? എല്ലാവർക്കും സന്തോഷമായി. എന്തുകൊണ്ടാണ്? എവരിബഡി ബിക്കം ഹാപ്പി സീയിങ് ദ സ്മൈലിംഗ് ഫേസ് ഓഫ് കവിത. കവിതയുടെ ചിരിക്കുന്ന മുഖം കണ്ടിട്ടാണ് എല്ലാവർക്കും സന്തോഷമായത്. റീകാസ്റ്റ് പുനർരൂപകൽപ്പന ചെയ്യുക. നരേറ്റ് ദ സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്സ്. കൂട്ടുകാരെ, തന്നിരിക്കുന്ന ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റോറിയെ നമുക്ക് നമ്മളുടെ സ്വന്തം വാക്കുകളിൽ വിവരിച്ചാലോ? യു മേ ഡ്രോ പിക്ചർ ആസ് വെൽ. പടം വരയ്ക്കാൻ അറിയാവുന്നവർ പടം വരയ്ക്കുകയും വേണം കേട്ടോ. ഞാൻ എഴുതിയത് നോക്കൂ. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. വെയിലുള്ള ഒരു പ്രഭാതമായിരുന്നു അത്. സാഷ വാസ് സ്റ്റിൽ സ്ലീപ്പിംഗ്. സാഷ അപ്പോഴും ഉറങ്ങുകയായിരുന്നു. സാഷാസ് മദർ വാക്ക് ഹെർ അപ്പ് ജെന്റ്ലി. സാഷയുടെ അമ്മ അവളെ പതുക്കെ ഉണർത്തി. അറ്റ് ദാറ്റ് ടൈം സാഷ ഗോട്ട് എ ലവ്ലി സ്മെൽ. ആ സമയത്ത് സാഷയ്ക്ക് മനോഹരമായ ഒരു മണം ലഭിച്ചു. ഷീ റഷ്ഡ് ടു ദ കിച്ചൺ. അവൾ വേഗം അടുക്കളയിലേക്ക് പോയി. ഹെർ ഫാദർ വാസ് മേക്കിംഗ് ഹെർ ഫേവറേറ്റ് സ്നാക്ക് ഉണ്ണിയപ്പം. അവളുടെ അച്ഛൻ അവളുടെ ഇഷ്ടപ്പെട്ട ലഘുഭക്ഷണമായ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയായിരുന്നു. വിത്ത് അമ്മാസ് പെർമിഷൻ സാഷ ഗേവ് ഉണ്ണിയപ്പം ടു ഹെർ ഫ്രണ്ട്സ് ഇൻ ദ ക്ലാസ്. അമ്മയുടെ അനുവാദത്തോടെ സാഷ ക്ലാസ്സിലെ തൻ്റെ കൂട്ടുകാർക്ക് ഉണ്ണിയപ്പം കൊടുത്തു. ഇൻ ദ ക്ലാസ് അനു ടീച്ചർ ടോട്ട് ദം എ സോങ്. ആ സമയം ക്ലാസ്സിൽ അനു ടീച്ചർ ഒരു പാട്ട് പഠിപ്പിച്ചു. അറ്റ് ദാറ്റ് ടൈം സാഷ സാ എ ഗേൾ നിയർ ദ ഡോർ. ആ സമയത്ത് സാഷ വാതിലിനടുത്ത് ഒരു പെൺകുട്ടിയെ കണ്ടു. ഓൺ ദ വേ ബാക്ക് ഹോം സാഷ ആൻഡ് നവീൻ ഹാഡ് സമ്മൺ സിംഗിങ് എ സോങ്. വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ സാഷിയും നവീനും ആരോ പാട്ട് പാടുന്നത് കേട്ടു. ഇറ്റ് വാസ് ദ സെയിം സോങ് വിച്ച് അനു ടീച്ചർ ടോട്ട് ദം. അനു ടീച്ചർ പഠിപ്പിച്ച അതേ പാട്ടായിരുന്നു അത്. സാഷ ആൻഡ് നവീൻ ഫൗണ്ട് ദ ഗേൾ. ഹർ നെയിം വാസ് കവിത. സാഷയും നവീനും പെൺകുട്ടിയെ കണ്ടെത്തി. അവളുടെ പേര് കവിത എന്നാണ്. സാഷ ഗാവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. സാഷ കവിതയ്ക്ക് ഒരു ചിത്രകഥാപുസ്തകം നൽകി. സാഷ ആൻഡ് നവീൻ ടോൾഡ് അനു ടീച്ചർ അബൌട്ട് കവിത. സാഷയും നവീനും കവിതയെക്കുറിച്ച് അനു ടീച്ചറോട് പറഞ്ഞു. ടീച്ചർ ഹെൽപ്ഡ് കവിത ടു ജോയിൻ ദ സ്കൂൾ. കവിതയെ സ്കൂളിൽ ചേരാൻ ടീച്ചർ സഹായിച്ചു. എ ഫ്യൂ ഡേയ്സ് ലേറ്റർ ദ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് കവിത ടു ദ സ്കൂൾ അസംബ്ലി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹെഡ് മാസ്റ്റർ കവിതയെ സ്കൂൾ അസംബ്ലിയിൽ പരിചയപ്പെടുത്തി. ഷീ ലുക്ക്ഡ് വെരി ഹാപ്പി. അവൾ വളരെ സന്തോഷവതിയായി കാണപ്പെട്ടു. എവരിവൺ ബിക്കം ഹാപ്പി സീയിങ് ദ സ്മൈലിംഗ് ഫേസ് ഓഫ് കവിത. കവിതയുടെ ചിരിക്കുന്ന മുഖം കണ്ട് എല്ലാവരും സന്തോഷിച്ചു. ആക്ടിവിറ്റി 16. ഒബ്സർവ് ദ പിക്ചർ. റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. കൂട്ടുകാരെ, താഴെ തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് ചിത്രത്തിന് അനുയോജ്യമായ കഥ നിങ്ങൾ എഴുതി ചേർക്കൂ. നമുക്ക് നല്ലൊരു കഥ എഴുതിയാലോ? ഞാൻ എഴുതിയത് നോക്കൂ. വൺസ് അപ്പോൺ എ ടൈം there lived a poor girl named മിന്നു. ഒരു കാലത്ത് മിന്നു എന്നു പേരുള്ള ഒരു ദരിദ്ര പെൺകുട്ടി ജീവിച്ചിരുന്നു. ഷീ ലിവ്ഡ് ബൈ സെല്ലിംഗ് ഫ്രൂട്ട്സ് കളക്റ്റഡ് ബൈ ദ ഫോറസ്റ്റ്. അവൾ കാട്ടിൽ നിന്ന് പഴങ്ങൾ ശേഖരിച്ച് വിറ്റാണ് ജീവിച്ചിരുന്നത്. വൺ ഡേ ഷീ കളക്റ്റഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ഇൻ ഹർ ബാസ്ക്കറ്റ്. ഒരു ദിവസം അവൾ തൻ്റെ കുട്ടയിൽ പലതരം പഴങ്ങൾ ശേഖരിച്ചു. ഓൺ ദ വേ ബാക്ക് ഹോം, വീട്ടിൽ പോകും വഴി, ഹെർ മൈൻഡ് ഫുൾ ഓഫ് ഡ്രീംസ്, അവളുടെ മനസ്സ് നിറയെ സ്വപ്നങ്ങളായിരുന്നു. അറ്റ് ദാറ്റ് ടൈം ആൻ എലിഫന്റ് കെയിം ആൻഡ് ടുക്ക് സം ആപ്പിൾസ് ഫ്രം ഹർ ബാസ്ക്കറ്റ്. ആ സമയത്ത് ഒരു ആന വന്ന് അവളുടെ കുട്ടയിൽ നിന്ന് കുറച്ച് ആപ്പിൾ എടുത്തു. ഷീ ഡിഡ് നോട്ട് നോ ദാറ്റ്. അവൾ അത് അറിഞ്ഞില്ല. ദെൻ എ നോട്ടി മങ്കി ടുക്ക് എ ബനാന. പിന്നെ ഒരു വികൃതി കുരങ്ങൻ ഒരു വാഴപ്പഴം എടുത്തു. എ ജിറാഫ് ഏറ്റ് ദി പൈനാപ്പിൾ ആൻഡ് പാരറ്റ് പെക്ഡ് എ ചെറി. ഒരു ജിറാഫ് പൈനാപ്പിൾ തിന്നു, ഒരു തത്ത ചെറി കൊത്തി. അറ്റ് ലാസ്റ്റ് ദ ബാസ്ക്കറ്റ് വാസ് എംപ്റ്റി. ഒടുവിൽ കുട്ട കാലിയായി. എ ഗോട്ട് വാസ് വാച്ചിങ് ആൾ ദിസ്. ഒരാട് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ദെൻ മിന്നു റീച്ച്ഡ് അണ്ടർ എ ട്രീ ഫുൾ ഓഫ് റിപ്പ് മാംഗോ ഫ്രൂട്ട്സ്. പിന്നെ മിന്നു പഴുത്ത മാങ്ങകൾ നിറഞ്ഞ ഒരു മഴച്ചുവട്ടിലെത്തി.
അറ്റ് ദാറ്റ് ടൈം ഗോഡ് ഹിറ്റ് ദാറ്റ് മാംഗോ ട്രീ. ആ സമയത്ത് ആട് ആ മാവിൽ ഇടിച്ചു. ദ ട്രീ വാസ് ഷേക്കൺ ആൻഡ് എ ലോട്ട് ഓഫ് മാംഗോ ഫ്രൂട്ട്സ് ഫെൽ ഡൗൺ. മരം കുലുങ്ങി, ധാരാളം മാമ്പഴങ്ങൾ താഴെ വീണു. മിന്നൂസ് ബാസ്ക്കറ്റ് ഗോട്ട് ഫിൽഡ് വിത്ത് മാംഗോസ്. മിന്നുവിന്റെ കുട്ടയിൽ മാമ്പഴം നിറഞ്ഞു. ഷീ റീച്ച്ഡ് ഹോം ആൻഡ് ടോൾഡ് ഹെർ സിസ്റ്റർ എവരിതിങ് ദാറ്റ് ഹാഡ് ഹാപ്പൻഡ്. അവൾ തിരികെ വീട്ടിലെത്തി. സംഭവിച്ചതെല്ലാം സഹോദരിയോട് പറഞ്ഞു. ദേ വെയർ ഹാപ്പി. അവർക്ക് സന്തോഷമായി. ആക്ടിവിറ്റി 17. ഡിജി ടാസ്ക്. വീഡിയോ ക്ലിപ്പ്. സാഷാസ് ഫാദർ വാസ് മേക്കിംഗ് ഉണ്ണിയപ്പം. സാഷയുടെ അച്ഛൻ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയായിരുന്നു. ഹാവ് യു വാച്ച്ഡ് യുവർ ഫാദർ ഓർ മദർ കുക്കിംഗ്? കൂട്ടുകാരെ, നിങ്ങളുടെ അച്ഛനും അമ്മയും പാചകം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? യെസ്, കണ്ടിട്ടുണ്ട്. ഹാവ് യു എവർ കുക്ക്ഡ് സംതിങ്? കൂട്ടുകാരെ, നിങ്ങൾ പാചകം ചെയ്തിട്ടുണ്ടോ? പ്രിപ്പയർ എ കുക്കറി വീഡിയോ വിത്ത് യുവർ ഓഡിയോ കമൻട്രി. നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കുക്കറി വീഡിയോ ഓഡിയോ കമൻട്രിയോട് കൂടി തയ്യാറാക്കി സെൻഡ് ഇറ്റ് ടു യുവർ ടീച്ചർ. നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. അമ്മയുടെ സഹായത്തോടു കൂടി നിങ്ങളത് ചെയ്യുമല്ലോ അല്ലേ? ഓഡിയോ ഡയറി. റെക്കോർഡ് ആൻ ഓഡിയോ ക്ലിപ്പ് നരേറ്റിംഗ് ആൻ ഇൻട്രസ്റ്റിംഗ് ഇവന്റ് സച്ച് ആസ് പ്രവേശനോത്സവം, ഒബ്സർവിംഗ് സ്പെഷ്യൽ ഡേയ്സ് ലൈക്ക് വേൾഡ് എൻവയോൺമെന്റ് ഡേ, ഇംഗ്ലീഷ് അസംബ്ലി എക്സെട്ര ഹെൽഡ് ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം, ലോക പരിസ്ഥിതി ദിനം, ഇംഗ്ലീഷ് അസംബ്ലി എന്നിവയിൽ ഏതെങ്കിലും രസകരമായ സംഭവം വിവരിച്ച് ഒരു ഓഡിയോ ക്ലിപ്പ് റെക്കോർഡ് ചെയ്യുക. യു മേ ആൾസോ ക്രിയേറ്റ് ആൻ ഓഡിയോ ക്ലിപ്പ് അബൌട്ട് ദ ബുക്സ് യു ഹാവ് റീഡ് ഇൻ കണക്ഷൻ വിത്ത് റീഡിംഗ് ഡേ സെലിബ്രേഷൻസ്. വായനാദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വായിച്ച പുസ്തകത്തെ സംബന്ധിച്ചും ഓഡിയോ ക്ലിപ്പ് തയ്യാറാക്കാം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. തുടർന്നുള്ള ക്ലാസ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഗുഡ് ബൈ.